ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടിയെ സ്വന്തം മകളെ പോലെ അവർ സ്നേഹിച്ച് കൂടെ നിർത്തും. അപ്പോൾ അവരെ കൂടെ ഇരുത്തി ഭക്ഷണവും കഴിപ്പിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും 12 ചപ്പാത്തി കഴിച്ചില്ലെങ്കിലേ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു മാമച്ചൻ. ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലേ? അപ്പോഴത്തേക്കും പറഞ്ഞു രേവതിക്കുട്ടി അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ലാസ്റ്റ് ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ ചിരി വരുന്നുണ്ട്. കോഴിക്കാലൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിക്ക് എടുത്തിട്ട് കൊടുത്ത് ഇങ്ങനെ അവർ കഴിപ്പിക്കുക. അപ്പോഴത്തേക്കും എന്തേ സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നറിയാതെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ഒന്ന് ചിരിച്ചു. അയ്യടി അവളുടെ ഒരു ഇളി എന്ന് പറഞ്ഞ ഗ്രേസമ്മ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ചിരിച്ച് കാണിക്കുക. പിന്നെ അവർ സെറ്റായിട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചിന്നുക്കുട്ടി ഒരു പാവയും പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ പാവയും പിടിച്ചിരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയെ കുറിച്ചും അതുപോലെ തന്നെ അലീനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ ദേ ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ഇത് ഇറങ്ങി പോവുക. അപ്പോൾ ദേ ഞാനിവിടെ ഉണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്നും പറഞ്ഞ് ഒരു പെൺകൊച്ച് അതിലെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഇതിൻ്റെ പുറകെ റോട്ടിലേക്ക് ഇറങ്ങി ഓടുക കേട്ടോ. അപ്പോഴേക്ക് ഈ പിള്ളേർ നോക്കുന്ന ചേച്ചി അതിലെ വന്നു. കൊച്ചിനെ കണ്ടില്ല. ചേച്ചി നോക്കുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞ് ഇറങ്ങി ഓടുക റോഡിലേക്ക്. അപ്പോഴത്തേക്കും ചിനിക്കുട്ടി പോവല്ലേ എന്നും പറഞ്ഞ് ഈ ചേച്ചി പിന്നാലെ ഓടിച്ചെന്നു. അപ്പോഴത്തേക്കും കുഞ്ഞോടി റോഡിലേക്ക് ചെന്നു. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വണ്ടിയും വന്നു. അപ്പോൾ ഒരു മേരി ടീച്ചർ ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു. അപ്പം സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ ഈശ്വര ഈ കൊച്ചിത് എപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് ഓടി ചെല്ലുക. അപ്പോഴേക്കും അവിടെ ഭയങ്കര തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ ഓടി അങ്ങ് ചെല്ലുകയും ഈ വണ്ടി സഡൻ അങ്ങ് ചവിട്ടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ആൾക്കാർ ഓടി വന്നു. എൻ്റെ ദൈവമേ ഭാഗ്യം ഒന്നും പറ്റിയില്ല എന്നും പറഞ്ഞിങ്ങനെ അവർ പോവുക. അപ്പോൾ എന്നെ കൊണ്ടുപോകാമോ ചേട്ടോ എന്നിങ്ങനെ നമ്മുടെ കുഞ്ഞ് ചോദിക്കുക വണ്ടിക്കാരനോട്. അപ്പോൾ കുഞ്ഞിനെ എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മമ്മിയുടെ അടുത്ത് പോകാനാണെന്ന് പറഞ്ഞു. ദേ പിന്നെ എൻ്റെ അലീന ആൻറ്റിയും രേവതി ആൻറ്റിയും ഒക്കെ ഉണ്ടെന്ന് ഈ കുഞ്ഞ് ഈ വണ്ടിക്കാരനോട് പറയുക. അങ്ങനെ ആ കുഞ്ഞിങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ആ ചേച്ചി ചിന്നു എന്നും പറഞ്ഞു ഓടി വന്നു ഈ കുഞ്ഞിനെ ചാടി എടുക്കുക കേട്ടോ. അപ്പോഴേക്കും ആ ചേട്ടൻ ഇങ്ങനെ വണ്ടിയും കൊണ്ട് അവിടെ നിന്ന് പോയി കേട്ടോ. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ ചേച്ചി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങിച്ചു. ചിന്നു ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞിങ്ങനെ അതിനെയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴും അതിൻ്റെ മനസ്സിൽ അവരിങ്ങനെ കിടക്കുക. അപ്പോൾ അവരെ കാണണം അവർ തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരിതാണ് ചിന്നിക്കുട്ടിക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയുടെ ഫോണിലേക്ക് അലീന വിളിക്കുക. ഹലോ, പാലാരിവട്ടത്തെ മാമച്ചൻ സാറിൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലോ, ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അലീനയാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. രേവതിക്കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് വിട്ടാ. അപ്പോൾ എനിക്ക് മനസ്സിലായി. രേവതിക്കുട്ടി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഇപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ? അതെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിനക്ക് എന്നാ ചോദിക്കാനാ? അത് കൊച്ചമ്മ അവളെ കൊണ്ടുപോയത് ഒട്ടും തൃപ്തി അല്ലാതെ ആയിരുന്നല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വരാനാ കൊച്ചമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചമ്മയോ? ആരുടെ കൊച്ചമ്മ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലീനയോട് ചോദിക്കുക. എന്നെ കൊച്ചമ്മയെന്നും വല്യമ്മയെന്നൊന്നും ആരും വിളിക്കണ്ട. ഒന്നെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി. അപ്പോൾ സോറി ആൻറ്റി എന്ന് അലീന പറഞ്ഞു കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി നിങ്ങൾക്ക് പറ്റുമോ? അതാ എനിക്കിപ്പോൾ പേടി അതുകൊണ്ടാന്ന് പറഞ്ഞപ്പം ഇവിടെ അവൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് ഗ്രേസമ്മ പറഞ്ഞു. അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ ആൻറ്റി, ഞാൻ അവളോട് പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതൊക്കെ തിരുത്തി കൊടുക്കാൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്നും ഗ്രേസമ്മ പറയുക. അപ്പോൾ അവൾ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരുപാട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണെന്ന് ഗ്രേസമ്മ അലീനയോട് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആൻറ്റിക്ക് തൃപ്തിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എനിക്ക് തൃപ്തിക്കുറവൊന്നും ഇല്ല. നിൻ്റെ കാര്യം എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ കാര്യമെന്ന് വെച്ചാൽ അല്ല നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് ഗ്രേസമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അലീനയുടെ കണ്ണൊക്കെ അങ്ങ് വല്ലാണ്ടായിട്ടോ. അപ്പോൾ മുത്തശ്ശി അടുത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ജോലി കൂടുതലുണ്ടോ, വലിയ ബുദ്ധിമുട്ടുണ്ടോ, അവിടെയുള്ളവർ നിന്നോട് നല്ലപോലെയാണ് പെരുമാറുന്നത്, ഇതൊക്കെയാണ് രേവതിക്കുട്ടിയുടെ വിഷമങ്ങളെന്ന് പറയുമ്പം എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ സന്തോഷമാണ്, നല്ല ആളുകളും നല്ല പെരുമാറ്റവും ഒക്കെ ആണെന്ന് അലീന പറഞ്ഞു. ജോലി കൂടുതലും ഇല്ല എന്നൊക്കെ പറയും. ഇത് കേട്ട് മുത്തശ്ശി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടിയെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇത്രയും നാൾ നിൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നോ? വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ എന്ന് ഗ്രേസമ്മ രേവതിയോട് അലീനയോട് പറയുമ്പം ഇപ്പോഴാണ് ഇത് ചാർജ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. അവൾ വന്നു, ഞാൻ കൊടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഫോൺ കൊടുത്തപ്പോൾ ആരാന്ന് ചോദിച്ചു. നോക്ക് നീ ആരാണെന്ന് എന്നും പറഞ്ഞങ്ങ് കൊടുത്തു. രേവതി ഹലോ വെച്ചു.
ഹലോ എന്ന് വെച്ചപ്പോഴേക്കും അലീനയുടെ കണ്ണങ്ങ് നിറഞ്ഞു. ഹലോ മോളെ എന്ന് പറഞ്ഞു ഭയങ്കര ഇത്. അപ്പോഴേക്കും അലീനേച്ചിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ ഒച്ചയൊക്കെ നാന്നുപോയി. അലീന ചേച്ചി എന്നും പറഞ്ഞു ഇങ്ങനെ വിളിച്ചു കേട്ടോ. ഹായ് അലീന ചേച്ചി എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ തുള്ളിച്ചാട്ടും സന്തോഷം കൊണ്ട്. അപ്പോഴാണ് ഗ്രേസമ്മ അടുത്ത് നിൽക്കുന്നത്. പാവം അത് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അതങ്ങ് ഒതുങ്ങി. എന്നിട്ടിങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുക. സോറി എന്നിങ്ങനെ ഗ്രേസമ്മയോട് പറയുവാണ് നമ്മുടെ രേവതി. പേടിച്ചു പോയി പെട്ടെന്ന്. നിനക്കവിടെ സുഖാണോടി മോളെ എന്ന് ചോദിക്കുമ്പം എൻ്റെ ചേച്ചി ഒന്നും പറയണ്ട, ദേ എനിക്കിവിടെ സ്വർഗം പോലെയാണെന്ന് നമ്മുടെ രേവതി അന്നേരം നമ്മുടെ ഗ്രേസമ്മയുടെ മുന്നിൽ വെച്ച് അലീനയോട് പറയുന്നു. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനിവിടെ സെർവൻ്റ് ഒന്നും അല്ലേ ചേച്ചി, വേറെ എന്തൊക്കെയാണ് എനിക്ക് തന്നെ അറിയാൻ മേല ഞാൻ ആരാണെന്നോ എന്താണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ നിൽക്കുക. നിനക്ക് സന്തോഷമാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ഇതിൽ കൂടുതൽ ഇനി എന്താ ചേച്ചി ജീവിതത്തിൽ സന്തോഷമുള്ളതെന്ന് ചോദിക്കുമ്പം നിന്റെ വിശേഷം മാത്രം നീ പറഞ്ഞാൽ മതിയെന്നും അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനും ഗ്രേസമ്മ അവിടെ നിന്ന് ഇങ്ങനെ രേവതിയോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടോ. ചേച്ചി ഇതുവരെ എന്താ വിളിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പം അമ്മയുടെ ഫോണിൻ്റെ ചാർജ് എല്ലാം തീർന്നു പോയിരുന്നു, പിന്നെ അതിൽ പൈസ ഇടാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുക. ഇപ്പോഴാ എല്ലാം ശരിയായതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ വിളിക്കുന്ന ആദ്യത്തെ കോളാ എന്നൊക്കെ പറഞ്ഞപ്പം രേവതിക്കുട്ടി ചോദിച്ചു ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഒന്നുമില്ലടി എനിക്ക് സന്തോഷമാണെന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവർക്കും ചേച്ചി അവിടെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പം ഇഷ്ടമായി മോളെ, നീ അവിടെ നല്ല അനുസരണയോടുകൂടി തന്നെ നിൽക്കണം കേട്ടോ. അവർ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്ന പരിഗണന നീ ഒരിക്കലും കുറച്ച് കാണരുത് കേട്ടോ എന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആരോരും ഇല്ലാത്തവരാണെന്നുള്ള ഓർമ്മ അത് എപ്പോഴും വേണം, നല്ല അനുസരണയോടെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അലീനയുടെ വാക്കുകൾ കേട്ട് മുത്തശ്ശി അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്കതൊക്കെ അറിയാൻ ചേച്ചി, ഞാനതൊന്നും മറന്നൊന്നും ചെയ്യില്ല എന്നൊക്കെ രേവതി പറഞ്ഞു. എനിക്ക് അപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഞാനെന്നിങ്ങനെ രേവതി പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം കേട്ടോ. കുറേ പ്രായമായവരല്ലേ, മക്കളൊന്നും കൂടെ ഇല്ലല്ലോ, എല്ലായിടത്തും നിൻ്റെ കണ്ണും കയ്യും എത്തണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ നോക്കിക്കോളാം ചേച്ചി എന്ന് രേവതി പറഞ്ഞു. എന്നാ വെച്ചോ, അധികം സംസാരിക്കേണ്ട, നമ്മുടെ ഫോൺ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സന്തോഷം. ഫോണിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക. അലീനയ്ക്ക് ഒരുപാട് സന്തോഷം, അനിയത്തിക്കുട്ടിക്ക് സന്തോഷമാണല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഫോൺ കൊണ്ടുവന്ന് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ എന്ന് ഗ്രേസമ്മ ചോദിച്ചു. അയ്യോ ഞാനൊരു കുറ്റവും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പം ഒന്നും പറഞ്ഞില്ല, എല്ലാം മനസ്സിൽ വെച്ചേക്ക പിന്നെ പറയാനല്ലേ. ഇല്ലെന്നേ, സത്യമായിട്ടും ഇല്ല കൊച്ചമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഞാൻ കൊച്ചമ്മയും സാറിനെയും എന്ന് പറഞ്ഞപ്പം ആണോ? അതെ. അപ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതെ എന്ന് വീണ്ടും ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞപ്പോൾ ആണെങ്കിൽ ഇനി മേലെ എന്നെ കൊച്ചമ്മാന്ന് വിളിച്ച് പോയേക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി ഞെട്ടി. ആൻറ്റി എന്ന് വിളിച്ചാൽ മതി, മാമച്ചായനെ അങ്കിളെന്നും കേട്ടോടി നീ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ രേവതി നിൽക്കാം. നിൻ്റെ അലീന ചേച്ചിയുടെ കൊച്ചമ്മ വിളി ഞാൻ നിർത്തിച്ചു, നീ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അത് പറഞ്ഞ് ഗ്രേസമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞ് അവിടെ നിൽക്കുക കേട്ടോ രേവതിക്കുട്ടി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹരി ഏതോ ഒരു പെങ്കൊച്ചുമായിട്ടിരുന്ന് സംസാരിക്കുക റെസ്റ്റോറൻറ്റിൽ. ദേ ഇങ്ങോട്ട് ആരെങ്കിലും വന്നാലോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ പേടിക്കും. എൻ്റെ പൊന്നെ ഇങ്ങനൊരു പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കും. നിൻ്റെ വീട്ടുകാരും ആരെന്തായാലും ഇങ്ങോട്ടേക്ക് വരത്തില്ല, ഇനി വന്നാലിപ്പോൾ എന്താ കുഴപ്പം, ഒരു ചായ കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് തല കഴിക്കാൻ പോരെ എന്ന് ചോദിക്കുക ഈ ഹരി. ധൈര്യമായിട്ടിട്ട് ഞാനല്ലേ കൂടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞത് അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ നിന്നോടൊന്ന് സംസാരിക്കാനും കുറച്ചു നേരം ആരുടെ ശല്യം ഇല്ലാണ്ട് ഒന്നിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ ഈ ഹരി ഇങ്ങനെ പെങ്കൊച്ചിനോട് പറഞ്ഞു. അപ്പോൾ കോളേജിൽ വെച്ച് ഇത്രയും നേരം കണ്ടതല്ലേ, എന്നിട്ട് മതിയായില്ലേ ചോദിക്കുമ്പോൾ ബെസ്റ്റ്, അവിടെയുള്ള വായുനോക്കികളുടെ മുന്നിൽ വെച്ച് എങ്ങനെ സംസാരിക്കാനാണെന്ന് ഹരി അന്നേരം ഈ പെങ്കൊച്ചിനോട് ചോദിച്ചു. എല്ലാവർക്കും അസൂയ എന്നോട്, ഒത്തു കിട്ടിയാലേ പലരും എന്നെ തട്ടിക്കളയുന്ന പോലും എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുമ്പം അയ്യോ അതെന്താന്ന് ചോദിച്ചാൽ കൊച്ച്. വേറെ നിങ്ങൾ കുരുത്തക്കേട് ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ചെയ്തല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ സകലവൻ്റെയും ശത്രുവായത് എന്നാന്ന് തെളിച്ച് പറ ഹരി, എനിക്കാകെ ടെൻഷൻ ആവുകയാണെന്ന് പറയുമ്പോൾ എന്താണെന്നോ ഇത്രയും സുന്ദരിയായ പെണ്ണിൻ്റെ മനസ്സിൽ കയറി പറ്റാൻ ഭാഗ്യമുണ്ടായതേ. എനിക്കല്ലേ എന്ന് ചോദിച്ചു ഹരി കൊച്ചിനെ പാത്തപ്പിച്ച് കുളിപ്പിച്ച് കിടത്തുക. ആ സമയത്ത് എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിച്ചു. നിന്നെ കണ്ടാലേ ഇഷ്ടം തോന്നാത്ത ആരുണ്ട് നമ്മുടെ ക്യാമ്പസിൽ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അല്ലേലും മുഖസ്ഥിതി പറയാൻ ഹരി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു.
എന്നും പറഞ്ഞ് ഹരി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും എന്തേ ഹരി ഇങ്ങനെ ചുറ്റിനും നോക്കുക. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു. പേടിക്കാതെ പറ്റുമോ? ദേ എൻ്റെ പൊന്നെ, കൈതക്കൽ മാളിയ വീട്ടിൽ ചെറുക്കനെ കയറി പ്രേമിക്കാന്ന് വെച്ചാൽ അത് ചെറിയ കാര്യം വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കാം. ആരെങ്കിലും കണ്ട അതോടെ തീരും എൻ്റെ കാര്യമെന്നൊക്കെ പെണ്ണ് പറയുമ്പോൾ നിനക്കൊന്നും വരില്ല, ഞാനില്ലേ നിൻ്റെ കൂടെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു ഹരി. അപ്പോൾ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ കാണാൻ വരുന്നതെന്ന് ആ പെങ്കൊച്ചിങ്ങനെ ഹരിയോട് പറഞ്ഞു. എന്നാലും ആരെങ്കിലും കണ്ടാലോ? ആരും കാണാതിരിക്കാനല്ലേ 10-12 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മൾ ഇവിടം വരെ വന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ആ പെങ്കൊച്ചിനോട് വലിയ താല്പര്യമൊന്നും ഹരിക്കില്ല. 1000-1 അത്രേ ഉള്ളൂ. അതിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് എന്തായാലും ഒരു ഐസ്ക്രീമും കൂടെ ഒക്കെ കഴിക്കാമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഒരു ഐസ്ക്രീം അങ്ങ് ചെല്ലുമ്പോഴേക്കും ഉള്ളൊക്കെ തണുത്ത് ആ പേടി അങ്ങോട്ട് പോയിക്കോളൂ എന്നും ഹരി പറയാം. പോവോ? ഈ പേടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത്തിരി കൂടെ റൊമാൻസ് ആവത്തില്ലേന്ന് ചോദിച്ചു. അങ്ങനെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ അയ്യടാ റൊമാൻസേ ഒന്നും വേണ്ടെന്നും പറഞ്ഞാൽ കൊച്ചങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതിന് ശേഷം ഇങ്ങനെ നടന്ന് പോകുമ്പോഴും ഓരോരുത്തർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴും ആ പെങ്കൊച്ചിങ്ങനെ നോക്കിയിട്ട് പേടിച്ചിങ്ങനെ ഇരിക്കുക. ആ പെണ്ണിനെ ഇങ്ങനെ ചെറുക്കൻ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും അയാൾ നോക്കി വെച്ച് തലയാട്ടിക്കൊണ്ട് പോയതുകൊണ്ട് ഹരിക്കെല്ലാം തമാശയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ പെങ്കൊച്ച് പറഞ്ഞപ്പോൾ എടി ഇവിടെ വരുന്നവരെല്ലാം പ്രേമം തലയ്ക്ക് പിടിച്ച യങ്സ്റ്റേഴ്സാണ്, നമ്മളെ പോലെ തന്നെ. ഇതൊക്കെ വെറുതെ വായി നോക്കി വെള്ളം ഇറക്കുന്ന തന്ത വൈബ് ടീംസാണ്, നീ ഇരുന്ന് മയങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇഷ്ടത്തിലാണെന്ന് കരുതി എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് അറിയിക്കുന്നത്? ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ ഇത്രയും ദൂരം ഒന്നും വരണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം പ്രേമിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മോളെ. ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഓരോരുത്തർ എവിടെയൊക്കെ ടൂർ പോകും. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ നിന്നോട് മോശമായിട്ട് ചിന്തിച്ചിട്ടൊന്നും അല്ല നിന്നെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ല നിന്നെ കൊണ്ടുവന്നതൊന്നും. അല്ലെങ്കിലും ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുക. ഇന്ന് വരെ ഞാൻ നിൻ്റെ അനുവാദം ഇല്ലാതെ നിൻ്റെ കൈവിരലിൽ പോലും ഒന്നും തൊട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹരി. അയ്യോ എന്തുകൊണ്ടാ? എൻ്റെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പറഞ്ഞങ്ങനെ മയക്കി വിടുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് ഇങ്ങനെ പോണു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കമല നമ്മുടെ വൈജയെ ഫോൺ വിളിക്കുക. നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലാണ് കമല ചേച്ചി എന്ന് പറഞ്ഞു. എന്താ പുതിയ വിശേഷങ്ങളൊക്കെ? ഇവിടെ അങ്ങനെ പറയാനായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല വൈജയ്. ശിവേട്ടൻ ദുബായിൽ നിന്നല്ല രാത്രി വിളിച്ചായിരുന്നു. നിന്നെയും അമ്മയെയും പിള്ളേരെയും ബാലചന്ദ്രനെയും എല്ലാവരും തിരക്കിയെന്ന് പറഞ്ഞു. ശിവേട്ടന് സുഖമല്ലേന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടന് വല്ലതും അറിയണം, ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക. നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തം. അത് ശരിയാ. ഇവിടെ ബാലചന്ദ്രനും സുഖിമാനായിട്ട് നടക്കുക. രാവിലെ കാറിൽ ഷോപ്പിലേക്ക് പോകും, ജ്വല്ലറിയിലും ചെന്നങ്ങിരിക്കും, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് 6 മണി വരെ ഇരിക്കും, പിന്നെ 6 മുതൽ 9 വരെ ഹാർഡ്വെയർസിലും ഇരിക്കും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നീ ബാങ്കിൽ പോയി 4 മണി വരെ ഇരിക്കും, വീട്ടിൽ വന്നാലും എവിടെയെങ്കിലും മാറിയിരുന്ന മൊബൈൽ നോക്കുകയോ TV കാണുകയോ ഒക്കെ ചെയ്യില്ലേ? അത് കൊള്ളാം. അപ്പോൾ ഈ കുടുംബം നോക്കുന്നത് ആരാ? അതിന് അവളുണ്ടല്ലോ, അലീന. ഈയിടെ മനു പറയുന്നത് കേട്ടു, അവൾ നല്ല അസലായിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്ത് ജോലി പറഞ്ഞാലും അതെല്ലാം അവൾ ചെയ്തോളൂ എന്ന് പറയാം. നല്ല വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട്. പിള്ളേരുടെ കാര്യങ്ങളും വേണ്ടതുപോലെ നോക്കിയോളും, കള്ളപ്പണിയൊന്നും ഇല്ല എന്ന് പറയുക. പിന്നെ വേറൊരു കാര്യം, അവൾ എന്നെ ഉണ്ടാക്കി വെച്ചാലും നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞു. അപ്പം നിനക്ക് സുഖമായല്ലേ എന്ന് കമല ചോദിക്കും. ഒന്നും ചെയ്യണ്ടല്ലോ, ഞാൻ അതുകൊണ്ടല്ലേ അവളെ പറഞ്ഞയക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ വൈജ പറയൂ കേട്ടോ. നിനക്ക് ഈയിടെ ഒരു അബദ്ധം പറ്റിയെന്ന് കേട്ടല്ലോ വൈജയെ. ഒരു മോതിരത്തിൻ്റെ കേസെന്ന് പറയുമ്പോഴത്തേക്കും വൈജ ഒന്ന് ചമ്മി. അലീനയെ നീ വെറുതെ സംശയിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതിൻ്റെ സംശയം അതെനിക്കിപ്പോഴും മാറിയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലാണ്ട് പോയി. അത് നിൻ്റെ പേഴ്സിൽ നിന്ന് തന്നെയല്ലേ കിട്ടിയത്, പിന്നെ ഇതിനെ നിനക്കൊരു സംശയം? അതൊന്നും അല്ല കമലേച്ചി, ആ മോതിരം അവൾ മനഃപൂർവ്വം എൻ്റെ പേഴ്സിൽ കൊണ്ടുവന്ന് വെച്ചതല്ലേന്ന് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞ് കമല ഇങ്ങനെ തലയാട്ടുക. എന്നെങ്കിലും എനിക്കൊരു തെളിവ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നിൻ്റെ അമ്മയുമായിട്ട് അവൾ വലിയ കൂട്ടല്ലേ? അമ്മയെ അവൾ ആദ്യമേ കയ്യിലെടുത്തു, അമ്മയെ അവളുടെ ഹെൽമെറ്റ്. എന്നാ വെക്കട്ടെ വൈജേ, സമയം കിട്ടിയാ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. സമയം ഇല്ല എന്നുള്ളതാണ് സത്യം. ശരിയേ വെച്ചോ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇരുന്ന് എന്നും പറഞ്ഞു ഒരു മൂളലും ഒരു ചിരിയും. സമയത്ത് പിന്നെ കാണിക്കുന്നത് വൈജ അവിടെ ഇരുന്ന് ബാങ്കിൽ എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് ഒരാൾ വന്നു. ഹായ് ജയ മേഡം എന്നും പറഞ്ഞു. അപ്പോൾ വന്നോളൂ എന്നും പറഞ്ഞ അകത്തേക്ക് വിളിച്ചു.
അപ്പോൾ അങ്ങനെ സാറ് വന്നു, സാറുമായിട്ട് സംസാരിക്കുന്നു. വൈഫ് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞങ്ങൾ തല്ലുകൂടാൻ വേണ്ടിയാണ് കല്യാണം കഴിച്ചത്, അവളെ കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അയാളാണെങ്കിൽ വൈജയുടെ അടുത്ത് വന്നിരുന്നു ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളും സംസാരവും ഒക്കെ. ഇന്ന് എന്തായിരുന്നു വൈഫായിട്ട് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ദേ ഭയങ്കര തമാശക്കാരൻ, പുള്ളിക്കാരൻ എത്ര നോക്കിയിട്ടും ആരോടും ചേരാൻ കൂട്ടാക്കാത്ത ഒരു പെൺകൊച്ചുണ്ടായി. ആ പെണ്ണിനി എൻ്റെ തലയിൽ കെട്ടിവെച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് വൈജി ഒന്ന് ചിരിച്ച് കാണുന്നത്. അപ്പോൾ സാർ നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ എന്ന് വൈജ പറഞ്ഞു കേട്ടോ. പറഞ്ഞിരിക്കുവോ. വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ജയാമേടത്തെ പോലെ ഏബിൾ ആൻഡ് നോബിൾ ആയിട്ടുള്ള ഒരു ഭാര്യയാണെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞിരിക്കുക വൈജ. ഞാൻ അത്രയ്ക്ക് ഗേമിയൊന്നും അല്ല എൻ്റെ മാഷെ. അപ്പോൾ ആര് പറഞ്ഞു ഗേമിയല്ലെന്ന്? എന്നും കാണുന്നവർക്കല്ലേ ശരിക്കുള്ള കാര്യം അറിയത്തുള്ളൂ. ജയമേടത്തെ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആണെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുമ്പം വെറുതെ തള്ളല്ലേ മാഷേ. അയ്യോ ഞാൻ സത്യം പറഞ്ഞേ എന്നും പറഞ്ഞ് സാർ അങ്ങനെ വൈജയെ വലിയ സോപ്പിട്ട് അടുത്ത് കൂടി അങ്ങനെ ഇരുന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയിലുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.